നമസ്കാരം. AK റൈഡർ 70 ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വർക്ക്ഷോപ്പിൽ ആവശ്യമായ ടൂളിനെ കുറിച്ചാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് രീതിയിൽ എൻജിൻ പണി വരെ നമുക്ക് ഇങ്ങറ്റം ക്ലച്ച് ടൈറ്റ് ചെയ്യുന്നത് മുതൽ എൻജിൻ പണി വരെ നമുക്കിത് ഈ ടൂൾസ് വെച്ച് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് സുഹൃത്തുക്കളുണ്ട്. അവർ കണ്ടിട്ട് അവർക്ക് ഓരോ സംശയങ്ങളുണ്ട്. ടൂൾസ് ഏതൊക്കെ ടൂൾസ് എന്തിനൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഒരു വണ്ടിയുണ്ട്, അതിൽ അത്യാവശ്യം നമ്മളെ വീഡിയോ കണ്ടിട്ട് അത്യാവശ്യം അവർ പണികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പണികൾ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ ആ ക്ലച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ ബ്രേക്കിൻ്റെതോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫ്രണ്ട് വീൽ ഇളക്കണമെങ്കിലോ അങ്ങനെയുള്ള കാർബേറ്ററിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ചോദിക്കാറുമുണ്ട്. അതിനെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കരുതി ഒരു വീഡിയോ ആയിട്ട് ഒരു ടൂളിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കളക്ഷൻ അത്യാവശ്യം ചില ടൂളുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ഇത്രയും ടൂൾസിൻ്റെ ആവശ്യം നമുക്ക് ഒരു വണ്ടിയൊക്കെ ബുള്ളറ്റ് സ്വന്തമായിട്ട് ചെറിയ ചെറിയ പണികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല. പക്ഷേ എങ്കിലും നമുക്ക് ഈ ടൂളുകൾ ഏതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുമെന്നുള്ള ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ നമ്മൾ ബുള്ളറ്റിൻ്റെ അല്ലെങ്കിൽ കാറിനും ഇത് ജമ്പ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഈ വയർ ജമ്പ് സ്റ്റാർട്ടറിൻ്റെ വയറാണ്. ഇത് നമുക്ക് ഉപയോഗപ്പെടും. പോസിറ്റീവ് നെഗറ്റീവും രണ്ട് ഇതുണ്ട്. പോസിറ്റീവ് റെഡ് പോസിറ്റീവിലും കൊടുത്ത് ബ്ലാക്ക് നെഗറ്റീവിലും കൊടുക്കുക. അതുപോലെ തന്നെ ഏതിൽ നിന്നാണ് നമ്മൾ കറണ്ട് പവർ സ്വീകരിക്കുന്നോ അതും നേരെ ഇതുപോലെ തന്നെ കൊടുത്താലും മതിയാവും. എന്നിട്ട് കിക്കർ അടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അത് നമുക്കൊരു ബാറ്ററി, എക്സ്ട്രാ ബാറ്ററി എപ്പോഴും ഉണ്ട്. ബാറ്ററി അത്യാവശ്യം വരെ ഏതെങ്കിലും വണ്ടികൾ വന്നു കഴിഞ്ഞിട്ട് ആ ബാറ്ററി കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ ബാറ്ററി എടുത്ത് അതിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിടുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി ഞാൻ വച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് കാർബേറ്ററൊക്കെ എയർ ഫ്ലോ ഇതാണ്. കാർബേറ്ററിലൊക്കെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെങ്കിലും നല്ല പവറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ബ്രേക്ക് ഷൂവിലൊക്കെ എന്തെങ്കിലും അകത്തിരിക്കണമെന്നുണ്ടെങ്കിലോ കാർബേറ്ററിനകത്ത് ചെറിയ പൊടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടും. രണ്ടാമതായി ഇത് നമ്മൾ അഗാരയുടെ കാർ വാഷാണ്. ഒരു കാറും ഒരു ബൈക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഉപകാരപ്പെടും. എത്ര നല്ല ഉപകാരമാണിത്, നല്ല പവറുള്ളതാണ്. നമ്മളിതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഇതെനിക്ക് ഭയങ്കര ഉപകാരമാണ്. മൂന്നാമത് ഇത് എയർ പമ്പാണ്. നമ്മുടെ എയർ കുറവായി കഴിഞ്ഞാൽ നമ്മൾ ടയറൊക്കെ ഇളക്കിയിട്ട് ചെറുതായിട്ട് എയർ കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഇതൊരു 300-350 രൂപയൊക്കെ ഉള്ളൂ. ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം 2 വർഷമായി. ഇതിൽ വേറെ വിഷയമൊന്നുമില്ല. ഇതിൻ്റെ എത്ര പൗണ്ട് എയർ കയറി എന്നുള്ളതൊക്കെ നീഡിൽ ഇത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതും നമുക്ക് ഒരു വീട്ടിൽ അത്യാവശ്യപ്പെട്ട നമുക്കൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ഇല്ലാതെ ഓടുമ്പോഴാണ് മൈലേജൊക്കെ കുറഞ്ഞു വരുന്നത്. അപ്പോൾ എയർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ കറക്റ്റായിട്ട് നമ്മളെ ടയറും വെട്ടിത്തയായിരിക്കും. അതുപോലെ തന്നെ വണ്ടിക്കും നല്ല മൈലേജും കിട്ടും. ഓക്കെ. പിന്നെ ഇത് ഗ്രൈൻഡറാണ്. ഇത് നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല നെറ്റ് ബോൾട്ട് കട്ട് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇത് ഉപകാരപ്പെടും. ഇതും ആമസോണിൽ നിന്നൊക്കെയാണ്, ഇതെല്ലാം ഓൺലൈനിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഗ്രൈൻഡറാണ്. ഇത് ഹീറ്ററാണ്. ഹീറ്റർ നമുക്ക് നെറ്റ് ബോൾട്ട് എന്തെങ്കിലും ഹീറ്റായി എടുക്കണമെങ്കിൽ എന്ത് ആവശ്യത്തിനും നമുക്കിത് ഹീറ്റർ നല്ല ഉപയോഗമുള്ളതാണ്. ഹീറ്ററും അതുപോലെ തന്നെ 1200 രൂപയ്ക്കകത്താണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് ഡ്രില്ലിങ് മെഷീനാണ്. ഹോൾ ഇടാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ബ്രോക്കൺ നെറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിലും ഇതിൻ്റെ ഉപയോഗം നമുക്ക് വരും. ഇത് നമുക്ക് ഇമ്പാക്റ്റ് റേഞ്ച് വളരെ ഉപയോഗമുള്ള ഒരു ടൂൾസാണ്. ഇത് നമുക്ക് ഒരു പഞ്ചാബിൽ നിന്നും ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചു. പഞ്ചാബിൽ നിന്നും നമുക്ക് ഓൺലൈനായിട്ട് ഒരു കക്ഷി അയച്ചു തന്നതാണ്. അതിന് വില 6000 ഇതിലുണ്ട് 6500 രൂപയാണ്. പ്ലസ് അവരെ ട്രാൻസ്പോർട്ടിങ് ചാർജ് കൂടെ കൊടുക്കണം കേട്ടോ. അതിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതിൽ കൂടെ ഈ ഷോക്കറ്റ് ഇത് വരും. 10 മുതൽ 20 വരെയുള്ള 22 വരെയുള്ള ഷോക്കറ്റ് ഉണ്ട്. ഇതിനിടയ്ക്ക് 1-2 ഷോക്കറ്റ് ഇതിലില്ല.
മനസ്സിലായി. ഇത് രണ്ട് ഇതിൻ്റെ ബാറ്ററിയും കൂടെയാണ് ഇതിൽ കൂടെ വരുന്നത്. ഇത് അതിൻ്റെ സ്ക്രൂ മോഡലായിട്ട് ഇത് അവർ ഇതിൽ കൂടെ തരുന്നതാണ്. പിന്നെ ഇത് ഞാൻ ഒരു 8-ൻ്റെ ഒരു ബോക്സ് ഞാൻ വാങ്ങിച്ചായിരുന്നു. 8-ൻ്റെ ബോൾട്ട് തുറക്കാൻ നമുക്ക് അത് അത്യാവശ്യമാണ്. അത് ഇതിൽ കൂടെ വന്നില്ല. ഞാനത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിന് 150 രൂപ അതിനകത്ത് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇത് തപാരിയുടെ ടൂൾസാണ്. ഈ ടൂൾസ് നമുക്ക് ഫിക്സ് സ്പാൻഡർ ഇട്ട് നമുക്ക് പിടിച്ചിട്ട് റിങ്ങോ അതിട്ട് പിടിക്കുന്നേക്കാളും ഇളക്കുന്നത് നമുക്ക് അത്ര നമ്മളെ നെറ്റ് ബോൾട്ടിന് നല്ല സുരക്ഷിത കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനി സാധനം തന്നെയാണിത്. ഇതിൽ നമുക്ക് 32 മുതൽ 10 വരെയുള്ള ബോക്സ് ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഇതിലും 10 മുതൽ 21 വരെയുള്ളത് അതിലുണ്ട്. പിന്നെ ഇത് ഇമ്പാക്റ്റ് റേഞ്ചാണ്. ഇത് ഭയങ്കരമായിട്ടുള്ള ഉപയോഗമുള്ള സാധനമാണ്. ഇത് നമുക്ക് ഏത് നെറ്റും ബോൾട്ടും തുറക്കാൻ പറ്റാത്തത് നമുക്കിവിടെ പ്രസ് ചെയ്ത് അടിച്ച് ഇതിനെ ഏത് റിവേഴ്സ് വേണമെങ്കിലും റിവേഴ്സ്, ഫോർവേഡ് വേണമെങ്കിലും ഫോർവേഡ് തുറക്കാം. ഇതിൻ്റെ കൂടെ 2-3 ഇത് ഈ ടൂൾസും കൂടെ കിട്ടും എന്നുള്ള മൈനസാണ് ഇത് ടൂൾസിൻ്റെ ഉണ്ട്. പിന്നെ ഇത് തന്നെ ഇതിൻ്റെ തന്നെ ചെറുതായിട്ടുള്ള കാർബേറ്ററോ മറ്റുള്ള ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഒറിജിനലായിട്ട് ഇതും തപാരിയുടെ തന്നെയാണ്. ഒറിജിനലായിട്ട് ഇത് തുറക്കാം. ഇത് എൻ്റെ മുമ്പ് ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് മിസ്സായിപ്പോയി. എങ്കിലും അത്യാവശ്യം എൽക്കി ടൂൾ വരെ അതിനകത്ത് ഉണ്ട്. പിന്നെ ഇതൊന്നും പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് സ്ക്രൂ ഡ്രൈവറാണ്. സ്ക്രൂ ഡ്രൈവർ നമുക്ക് 1-2 സ്ക്രൂ ഡ്രൈവർ, അത് ഒറിജിനൽ സ്ക്രൂ ഡ്രൈവർ തന്നെ ആയിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ അതിൻ്റെ പിരി നമ്മളെ സ്ക്രൂവിൻ്റെ പിരി പോകാതിരിക്കുക ഒറിജിനലിൽ 1-2 മതിയാവും നമുക്ക് ഒരു വീട്ടിലത്തേക്ക്. പിന്നെ ഇത് നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് ഹാമറാണ്. ഇതിൻ്റെ ആവശ്യം നമുക്കുണ്ട്. പിന്നെ ഇത് മങ്കി പ്ലെയർ, പൈപ്പ് റേഞ്ച്. പിന്നെ ഇത് നമുക്ക് ഏതെങ്കിലും എന്തെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ഏതെങ്കിലും തുണ്ടുകൾ, ഇരുമ്പിൻ്റെ എന്ന് പറയുമ്പോൾ നൈസായിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇരുമ്പിൻ്റെ തന്നെ മെറ്റലിൻ്റെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇതിനെ. ഇത് പിന്നെ ബാക്കി പ്ലെയറുകളാണ്. പ്ലെയറുകൾ ഒറിജിനൽ ഉണ്ടായിരുന്നാൽ അത്രയും നല്ലതാണ്. ഇതൊക്കെ നോസ് പ്ലെയറാണ്. ഇത് നമുക്ക് ചെറിയ നോസ് പ്ലെയർ ഉണ്ട്, രണ്ടും. ഇത് നോസ് പ്ലെയർ. പിന്നെ അത് ബാക്കി തന്നെ ഇതൊക്കെ നമുക്ക് പല ഉപയോഗം, എഞ്ചിനകത്തുള്ള ബോൾട്ടും നെട്ടും എന്തെങ്കിലുമൊക്കെ എടുക്കാനും, പിന്നെ ഹൈഡ്രോളിക് ടാപ്പിറ്റിൻ്റെയൊക്കെ ഇടാനും പൊക്കിയെടുക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കും. പിന്നെ ഇത് വയർ കട്ട് ചെയ്യാനും മറ്റുള്ള കാര്യത്തിന് ഇത് ഉപയോഗിക്കും. പിന്നെ ഇത് വന്നിട്ട് ഈ ടൂൾസ് കൂടെ വന്നതാണ്. ഇത് ടോർച്ചാണ്. ടോർച്ച് അത്യാവശ്യം നമുക്ക് രാത്രിയൊക്കെ കറണ്ട് പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ ചെന്ന് എന്തെങ്കിലും പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് 3 ഇതുണ്ട്. അതിൽ 3-നും ഇത് ഡിമ്മായിട്ട് വരുന്നു, ഇത് ബ്ലിങ്കായിട്ട് കത്തുന്നു. ഇതിൻ്റെ ആവശ്യമില്ല. ഇതെന്ന് വെച്ചാൽ റോഡിലൊക്കെ എന്തെങ്കിലും വണ്ടി പണി ചെയ്യണമെങ്കിൽ അങ്ങനെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ചുമ്മാ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുന്ന കാര്യമാണ്. ഒരു മാഗ്നറ്റിൻ്റെ പീസുണ്ട്. ഇത് നമുക്ക് മെറ്റൽ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഇങ്ങനെ നമുക്കിത് കൊടുത്ത് നിർത്താം, വീഴില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വണ്ടിയുടെ ഏതെങ്കിലും സൈഡിൽ വേണമെങ്കിലും ഇത് കൊടുത്ത് നമുക്കിതിൽ വയ്ക്കാം. പിന്നെ ഇത് ബാറ്ററി ചാർജിൻ്റെതാണ്. നമുക്ക് ബാറ്ററി കൊണ്ടുവന്നിട്ട് പണി കഴിയുമ്പോഴത്തേക്ക് ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ പോലും നമുക്കിതുകൊണ്ട് ചാർജ് ചെയ്ത് പോകുന്നുള്ളതാണ്. എട്ട് മുതൽ ഡബിൾ എൻഡാണ്. ഒരു സൈഡിൽ ഡബിൾ എൻഡ്, ഒരു സൈഡ് റിങ്ങുമാണ്. ഇത് അത്യാവശ്യം നമുക്ക് 2 ഉപയോഗം ഉണ്ട് ഇതിൽ. ഈ വരുന്ന 2, 4, 6, 8, 10, 11. ഈ 11 നമുക്ക് ഡബിൾ എൻഡിൻ്റെത് റിങ്ങിൻ്റെയും കൂടെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാ ഉപയോഗങ്ങൾ ഉള്ള ടൂൾസുകളാണ് ഇത് മൊത്തവും. 8 റിങ് സ്പാൻഡറാണ്. ഇത് അത്യാവശ്യപ്പെട്ട ഇതിലും എല്ലാ അത്യാവശ്യപ്പെട്ടതാണെങ്കിൽ പോലും നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് ഇളക്കണമെങ്കിൽ ഇത് 32 വേണം, 24 വേണം, എന്നിട്ട് 19 വേണം കേട്ടോ. ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ സെറ്റ് ഇവിടെ ഇളക്കണമെന്നുണ്ടെങ്കിൽ. ടയർ മാത്രം ഇളക്കണമെങ്കിൽ 24 മതിയാവും. ബാക്കി 17, 18 ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ എൻജിൻ ഓയിലിൻ്റെത് ഇളക്കണമെന്നുണ്ടെങ്കിൽ എൻജിൻ ഓയിലിൻ്റെ ഒരു 19-ൻ്റെ ഒരു വലിയ ബോൾട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് 12-ൻ്റെ ഒരു ബോൾട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് 8-ൻ്റെ 2 വരും. ഇത് രണ്ടും നമുക്ക് ഈ ചെറിയ 8-ൻ്റെ റിങ് കൊണ്ട് ഇളക്കാം. പക്ഷേ ഈ എൻജിൻ ഓയിലിൻ്റെ ഇളക്കുമ്പോഴത്തേക്ക് എപ്പോഴും ബോക്സിൻ്റെത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിത് സ്ലിപ്പാവാതെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനേക്കാളും ഉപയോഗം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ബോക്സ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും.
ഇതിൻ്റെ ഉപയോഗം. പക്ഷേ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി ചെയ്യാമെന്നേ ഉള്ളൂ. സൂക്ഷിച്ച് അത് ഒറിജിനൽ കമ്പനിയുടെ തന്നെ നമുക്ക് റിംഗ് സ്പാൻഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു വിഷയവും വരുന്നില്ല. ഓക്കെ, ഇത് വന്നിട്ട് ടീ സ്പാൻഡറാണ്. ടീ സ്പാൻഡർ നമുക്ക് കുറച്ച് അകത്തോട്ടിരിക്കുന്ന നെട്ടും ബോൾട്ടും ആയിരുന്നാൽ ഇത് 8 മുതൽ 12 വരെയുള്ള ഇതുണ്ട് ഇതിനകത്ത്. അതും ഇതുപോലെ തന്നെ ഇത് 8ഉം 1 12ഉമാണ്. അത്യാവശ്യം നമുക്ക് എഞ്ചിൻ്റെ ബാക്കി എഞ്ചിൻ സൈഡ് കവറൊക്കെ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് 8ൻ്റെ ചെറിയ ഇത് കൊണ്ടിട്ട് 8ൻ്റെ ചെറിയ ടീ സ്പാൻഡർ കൊണ്ട് നമുക്ക് ഇളക്കാം കേട്ടോ. ഇത് നമുക്ക് ചെറിയ ഒരു ഓസ് അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ഹൈഡ്രോളിക് ടാപ്പിറ്റൊക്കെ ഇളക്കുന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ഓസ് കുറച്ചുകൂടെ നീളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് സിലിണ്ടറിൻ്റെ അകത്തൂടെ കൈ ഇറങ്ങാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഹൈഡ്രോളിക്കിൻ്റെ 2 ടാപ്പിറ്റ് വരും, അതിൽ 2 നീഡിലും വരും. നമുക്ക് 5ൻ്റെ ചെറിയ ഒരു സ്ക്രൂവും വരും. 5ൻ്റെ സ്ക്രൂ ഇളക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് എൽക്കി കൊണ്ട് തന്നെ 5ൻ്റെ സ്ക്രൂ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത്ര നീളത്തിൽ ഇവിടുന്ന് ഏകദേശം ഇത്ര നീളത്തിന് എടുത്തിട്ട് നമുക്കിതിനെ ഇളക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആ നീഡിലുണ്ട് 2 നീഡിൽ, അത് ഇതിനകത്തൂടെ നമുക്ക് എടുത്തിട്ട് വെളിയിലെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടും. ഇത് നമുക്ക് അത്യാവശ്യത്തിൽ നോക്കിയാൽ കിട്ടാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് ടീ സ്പാൻഡർ 12 മുതൽ 8 12 8 ഇതാണ് ഞാൻ ഫസ്റ്റിൽ വാങ്ങിച്ചത് കേട്ടോ. ഇതെല്ലാം ഓൺലൈനിലുള്ള പർച്ചേസിങ് ആണ്. പിന്നെ ഇത് നമുക്ക് ചെറുതായിട്ട് വയർ കട്ട് ചെയ്യാനും മറ്റുള്ള ഏത് കണ്ടീഷനിലും നമുക്ക് ചെറിയൊരു ബ്ലേഡാണ്. പിന്നെ ഇത് സിംഗ് ആൻഡ് ബുഷിൻ്റെ ആക്സിലാണ്. ആക്സിൽ ഇത് ഇതിനകത്തായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം ടോർക്ക് എന്തെങ്കിലും ഇട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഇതിട്ട് പിടിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാനൊക്കെ ടോർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളെ ഗ്രൈൻഡറിൻ്റെ വീല് ഇളക്കാനും ഇതിനൊക്കെ ഇത് ഉപയോഗം വരും. പിന്നെ ഇതൊക്കെ ചെറിയ അതുപോലുള്ള പാർട്സുകളാണ്. പഴയൊരു ഹീറോ ഹോണ്ടയുടെ സ്പാർക്ക് പ്ലഗ് ടൂളാണിത്. നമ്മളെ ബുള്ളറ്റിൻ്റെ സ്പാർക്ക് പ്ലഗ് ബുള്ളറ്റിൽ തന്നെ ഉണ്ട്, അത് നമ്മൾ എടുത്തില്ല. അതിനകത്ത് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഇളക്കാനുള്ളതും മറ്റുള്ള ചെറിയ ഒരു 10ൻ്റെ 2 സ്ക്രൂവും 10ൻ്റെ 2 ഡബിൾ എൻഡ് സ്പാൻഡറും അതിനകത്ത് കാണും കേട്ടോ. പിന്നെ ഇത് നമുക്ക് നീഡിൽ ചെറിയ കാർബേറ്ററിൻ്റെ നീഡിലൊക്കെ ഇളക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് പഞ്ച് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഹോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിട്ട് ആദ്യം ചെയ്തിട്ട് പഞ്ച് ചെയ്തതിന് ശേഷം ഡ്രില്ലിങ്ങിൻ്റെ വിറ്റ് കൊണ്ട് നമുക്ക് ഡ്രില്ലിങ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് പഞ്ച് ചെയ്ത് അതിനൊരു പോയിന്റ് ആക്കി വയ്ക്കാൻ വേണ്ടി ഇത് പോയിന്റിൻ്റെ ഒരു പഞ്ചിങ്ങിൻ്റെ ഒരു വിറ്റാണിത്. ഇത് അറിയാമല്ലോ, എന്തെങ്കിലും നമുക്ക് അടിച്ചിളക്കണമെന്നുണ്ടെങ്കിൽ അടിച്ചിളക്കാം. പിന്നെ 8ൻ്റെ ഇത് 5 മുതൽ നമുക്ക് ഉപയോഗിക്കാന്നുള്ള ഒരു എൽക്കി സെറ്റാണ്. ഇതിൻ്റെ ഏറ്റവും വലുതെന്ന് പറയുമ്പോഴത്തേക്ക് 8ൻ്റെ വലുതാണ്. 8 ബാർ 3 അങ്ങനെ വരും. ഇതിൽ നമുക്ക് ഷോക്ക് അബ്സറിൽ ഓയിൽ നമുക്ക് നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ ആ ഒരു സ്ക്രൂ ഒരു എൽക്കിയുടെ സ്ക്രൂ ആണ്. അത് നമുക്ക് വലിയ ഈ 8ൻ്റെ ഈ സ്ക്രൂവിൽ നമുക്കിതിനെ ഇളക്കിയിട്ട് ഷോക്ക് അബ്സർ ഓയിൽ മാറ്റാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇതൊരു അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് കേട്ടോ ഈ എൽക്കിയുടെ. ഇത് ചെറിയ സ്കെയിലാണ്. വലിയ സ്കെയിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ നമുക്ക് വേണം. ഈ ചെറിയൊരു സ്ക്രൂ എന്ന് പറയുമ്പോൾ കാർബേറ്ററിൻ്റെ അടിയിലുള്ള സ്ക്രൂ ഇളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാർബേറ്റർ ഇളക്കാതെ തന്നെ സ്ക്രൂ നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ വലിയ ഉപയോഗമുള്ള സാധനമാണ്. പിന്നെ ഇതുപോലുള്ള വലിയ 1-2 സ്ക്രൂ ഡ്രൈവർ നല്ല സ്ക്രൂ ഡ്രൈവർ മതിയാവും. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അടിച്ചിളക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ആക്സിലിൽ അടിച്ചിളക്കണമെങ്കിലും ബാക്ക് ആക്സിലിൻ്റെ അടിച്ചിളക്കണമെങ്കിലൊക്കെ ഇതേപോലെ ഒരു കമ്പി ഉണ്ടായിരിക്കും നല്ലതാണ്. ഇത് ചെയിന് ക്ലീൻ ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് ചിറ്റിയിൽ വലിയ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. ഇത് മങ്കി പ്ലെയറാണ്. ഏത് സ്പാൻഡറിൻ്റെ ഇതിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കാനും ഇതിനൊക്കെ ഇത് ഉപയോഗപ്പെടും. അതേപോലെ തന്നെ പൈപ്പ് റേഞ്ചറും നമുക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കാനും ഇളവാത്ത വലിയ ബോൾട്ടൊക്കെ നമുക്ക് ഇവിടെ വരെ അഡ്ജസ്റ്റ് ചെയ്ത് വലുതാക്കി ഇളക്കാനും അതിന് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഉപയോഗം ഇത് വരും. പിന്നെ ഇത് ഏതെങ്കിലും നമുക്കൊരു തകിടൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു സൈലൻസറിൻ്റെ ഒരു പാക്കിങ് ഇടണമെങ്കിൽ ഇത് ഉണ്ട്, നമുക്ക് കട്ട് ചെയ്ത് ഇടാം. അങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ വരുന്നത്. പിന്നെ ഇതെല്ലാം പ്ലെയറാണ്. ഈ പ്ലെയർ നമുക്ക് നല്ല 2 പ്ലെയർ നല്ല പ്ലെയർ ഒരു പ്ലെയറെങ്കിലും നമുക്ക് വേണം. എന്ന് വെച്ചാൽ നല്ല കമ്പനി സാധനം തന്നെ ഒരു പ്ലെയറെങ്കിലും നമുക്കുണ്ടായിരിക്കും. പിന്നെ ഇതെല്ലാം ഇത് നോസ് പ്ലെയറുകളാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ പല ഉപയോഗമുണ്ട്. നോസ് പ്ലെയർ ഇത് ഇത്രയും വരും. പിന്നെ ഇത് നമുക്ക് വയർ കട്ട് ചെയ്യാനും മറ്റുള്ള കാര്യത്തിനും ഇതിനെല്ലാം ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ബാറ്ററി ചാർജ് ചെയ്ത് നമുക്ക് കൊണ്ട് പോകാമെന്നുള്ളതാണ്. ഇത് കാറിൻ്റെ ബാറ്ററിക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം കേട്ടോ. ഞാനത് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ടൂൾ ഉണ്ടെങ്കിൽ നമുക്കൊരു കാറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും
കുറച്ച് പണിയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൂൾ കൊണ്ട് വലിയ ഉപയോഗമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ടയർ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് വെച്ച് ഇളക്കാമെന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ കയറി വന്നതാണ്. നമ്മുടെ വീട്ടിലെ പട്ടിയുടെ നഖം വെട്ടുന്ന സാധനമാണ്. അതും കൂടെ ഇതിൻ്റെ ഇടയിൽ കയറി വന്നതാണ്. എല്ലാം കൂടെ എടുത്തപ്പോൾ അതും കൂടെ ഇതിൻ്റെ വന്നതാണ് കേട്ടോ. അതിന് നഖം രാവി കൊടുക്കാനുള്ളത് വരെ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഇത് സ്ക്രൂ ഡ്രൈവറാണ്. ഇതും തബാരി കമ്പനിയിലതാണ്. ഇതിൻ്റെ ഒന്ന് അപ്പുറത്ത് ആയിപ്പോയി. ഇതിൻ്റെ ഒരു പിടിയുണ്ട്, ആ പിടി അപ്പുറത്തായിപ്പോയി. അതിനടുത്തുണ്ട് വേണ്ട പച്ചപ്പിടി. ഇത് നമുക്ക് അത്യാവശ്യം ടെസ്റ്ററിന് ഉപയോഗിക്കാം. ഇത് ടെസ്റ്റർ വരെ ഉണ്ട് ഇതിൻ്റെ, അതിനായിട്ട് ഉപയോഗിക്കാം. ഇത് ഡബിൾ എൻഡ് സ്പാൻഡറാണ്. ഇതിലും 8 മുതൽ 5 മുതൽ നമുക്ക് 28 വരെയുള്ള ഇതിൻ്റെ ഇടയിൽ 1-2 മിസ്സായിട്ടുണ്ട്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ട്. അപ്പോൾ 5ൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് കാർബറേറ്ററിൻ്റെ ചെറിയ നെറ്റ് അതിൽ വരണത്, പിന്നെ സ്ലോ ജെറ്റ് മെയിൻ ജെറ്റൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നമ്മുടെ ബോക്സ് സ്പാൻഡറും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉപയോഗമുള്ള സാധനങ്ങളാണ്. ഏറ്റവും നമുക്ക് ഇത് 2 ഭാഗവും പല ഉപയോഗങ്ങളാണ്. ഇത് റിംഗ് സ്പാൻഡർ പോലെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് ചെറിയ സ്ക്രൂ നമുക്ക് വാച്ചിൻ്റെയോ കണ്ണാടിയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാർബറേറ്ററിനകത്തുള്ള സ്ക്രൂ എന്തെങ്കിലും ഇളക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഇളക്കാം കേട്ടോ. ഇതിനകത്തും 6 ഉണ്ട്, പല ഉപയോഗമുള്ളതാണ്. ഇത് നമ്മുടെ വരുന്ന ഡ്രിൽ മെഷീൻ്റെ ബിറ്റാണ്. ഇത് ചെറിയ ഹോള് മുതൽ വലിയ ഹോള് വരെ നമുക്ക് ഏതെങ്കിലും കാർബറേറ്ററിൻ്റെ ഏതെങ്കിലും ബ്രോക്കൺ നട്ടൊക്കെ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്ത് ഇതിൻ്റെയും നമുക്ക് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഇതിൽ വയറിങ്ങിൻ്റെ എന്തെങ്കിലും നമ്മൾ വയറിങ് ചെയ്തിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഇത് റബ്ബറിൻ്റെതാണ്, റബ്ബർ ബുഷാണ് ഇതിൻ്റെ. ഇത് വെച്ച് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനാണ് നമുക്ക് ഈ ഹീറ്ററിൻ്റെ ആവശ്യം വരുന്നത്. അതാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഇതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇത് വളരെ ഉപയോഗമുള്ള സാധനമാണ്. ഈ റബ്ബറിൻ്റെ സ്ലീവ്, റബ്ബർ സ്ലീവാണ്. സ്ലീവ് ഇത് വളരെ ഉപയോഗമാണ്. ഇതൊരു ബോക്സിന് 300 രൂപയ്ക്കകത്തുണ്ട്. പല റേഞ്ചിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള വയറൊക്കെ നമുക്ക് ഇതിനകത്തിട്ട് മുറുക്കി വയ്ക്കാം. പിന്നെ ഇത് സിറിഞ്ചാണ്. സിറിഞ്ച് നമുക്ക് ഗ്രീസ് നിറച്ചിട്ട് നമ്മളെ ഈ പോയിന്റിലെ കണക്കിന് നമുക്ക് ശകലം ഗ്രീസ് വേണം പുരട്ടണമെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലേ ഗ്രീസ് ചെറുതായിട്ട് വരും. അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എഞ്ചിൻ ബ്രേക്ക് കാലിവറിൽ നമുക്ക് ഫ്ലൂയിഡ് നിറയ്ക്കണമെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഒരു ഓസും കൂടെ ഇട്ടിട്ട് നമുക്ക് താഴെ നിന്ന് കാലിവർ സൈഡിൽ നിന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എയർ പെട്ടെന്ന് ഇളക്കാൻ ഇത് ഉപയോഗം വരും. പിന്നെ ഇത് മൾട്ടിമീറ്ററാണ്. ഇത് കണക്ഷൻ നമുക്ക് എത്ര പവറിൽ കിട്ടുമെന്നുള്ളത് നോക്കാൻ എല്ലാ ഉപയോഗം വരുന്നതാണ് മൾട്ടിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെയൊക്കെ എല്ലാ ഭാഗങ്ങളും കണ്ടുപിടിക്കാനും പറ്റും. അതുകൊണ്ട് മൾട്ടിമീറ്റർ അത്യാവശ്യമുള്ള ഘടകമാണ്. പിന്നെ ഇത് ടെസ്റ്ററാണ്. ഇത് രണ്ടും ഇത് നമുക്ക് ഫീസിൻ്റെ ഇത് നോക്കാനും എന്ത് വേണമെങ്കിലും ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റർ ഉപയോഗപ്പെടും. പിന്നെ ഇത് ബ്രഷ് നമുക്ക് മെറ്റൽ പാർട്സ് എന്തെങ്കിലും തുരുമ്പുള്ളതൊക്കെ മെറ്റലാണ്. ഇതിൻ്റെ ബ്രഷിൻ്റെ ഈ വരുന്ന ഭാഗം മെറ്റലാണ്. മെറ്റൽ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനും അതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂടുതൽ ടൂൾസ് ഒന്നും വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് ഉപയോഗപ്പെടുന്ന സാധനങ്ങൾ ഇതിൽ വീഡിയോയിൽ നോക്കി നമുക്ക് അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ, ഇപ്പോൾ ഈ വീലിളക്കണമെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇതിൽ നിന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്, വാങ്ങിക്കുമ്പോൾ നമ്മളെ കമ്പനി സാധനം തന്നെ വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മളെ നെറ്റ് ബോൾട്ടൊക്കെ ഇട്ട് പിടിക്കുമ്പോഴത്തേക്ക് അത് സ്ക്രാച്ച് വീഴാൻ സാധ്യത ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം. നമ്മുടെ ഇനി വരുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും കൂടെയാണ്. ഓക്കെ, താങ്ക് യു.